Yes, students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഇതാണ് FMCW altimeter or FMCW radar using single sideband super heterodyne receiver. So, ഇത് ഇങ്ങനെ വേണേലും ചോദിക്കും. Either it can be asked like in detail explain about FMCW altimeter എന്ന് ചോദിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കാം? Explain in detail about the working of FMCW radar using sideband super heterodyne receiver. So, ഇനി എന്താണ് altimeter എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയാനുള്ളത്. So, altimeter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും radar altimeter's ഫംഗ്ഷൻ ഇതാണ്. എയർക്രാഫ്റ്റ് നമ്മൾ എയർപോർട്ട് ഒക്കെ എടുക്കുവാണെങ്കിൽ സോ എയർപോർട്ടിൽ നമുക്ക് എയർക്രാഫ്റ്റിന്റെ നാവിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ഡിസ്റ്റൻസിലാണ് ഈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ പാരാമീറ്റേഴ്സ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ പറയുന്ന എയർക്രാഫ്റ്റ് റേഡിയോ altimeter യൂസ് ചെയ്യുന്നത്. So, ഈ FMCW radar principle use ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ it is used in aircraft radio altimeter which is used to measure the height above the height of the aircraft above the surface of the earth. Okay. അപ്പോൾ അതിന്റെ ഒരു കറസ്പോണ്ടിങ് ബ്ലോക്ക് ഡയഗ്രാം ആണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഈ ബ്ലോക്ക് ഡയഗ്രാമിനകത്ത് നമുക്കറിയാം ഇതെന്ന് പറയുന്ന ട്രാൻസ്മിറ്റർ സെഷൻ ആണ്. സോ നമ്മൾ ഒരു മോഡുലേറ്റർ യൂസ് ചെയ്തു ഒരു സിഗ്നൽ മോഡുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, അത് നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, ആന്റീന വഴി നമ്മൾ ട്രാൻസ്മിറ്റർ വഴി ആന്റീനയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ആൻഡ് ട്രാൻസ്മിറ്റർ സിഗ്നൽ ആണ് F0T എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഫ്രീക്വൻസി മോഡുലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്മിറ്റഡ് സിഗ്നൽ നമ്മൾ എങ്ങോട്ട് കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്, മിക്സറിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആസ് എ റെഫറൻസ് അത് ഒരു റെഫറൻസ് സിഗ്നൽ ആയിട്ട് നമ്മൾ F0T എന്ന് പറയുന്ന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അതേ സിഗ്നൽ നമ്മൾ ഈ മിക്സറിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് അലോങ് വിത്ത് ലോക്കൽ ഓസിലേറ്റർ. സോ ലോക്കൽ ഓസിലേറ്റർ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ലോക്കൽ ഓസിലേറ്ററിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആണ് FIF എന്ന് പറയുന്നത്. It should be same as the intermediate frequency used in the receiver. നമ്മൾ റിസീവറിൽ യൂസ് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി തന്നെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന ലോക്കൽ ഓസിലേറ്റർ സിഗ്നൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പോർഷൻ നമ്മൾ ബാലൻസ് ഡിറ്റക്ടറിലേക്ക് കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ ഫ്രീക്വൻസി മോഡുലേറ്റ് ചെയ്യുന്ന സിഗ്നൽ നമ്മൾ ട്രാൻസ്മിറ്റർ വഴി നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്മിറ്റ് ചെയ്തു, ആന്റീനയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു. ഇതേ സിഗ്നൽ തന്നെ ഒരു റെഫറൻസ് സിഗ്നൽ ആയിട്ട് മിക്സറിന്റെ ഇൻപുട്ടിൽ കൊടുത്തു അലോങ് വിത്ത് ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി സിഗ്നൽ. ഓക്കെ, ഇനി ഈ സിഗ്നൽ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഏതൊക്കെ കമ്പോണൻസ് അവൈലബിൾ ആയിരിക്കും, F0 of T പ്ലസ് ഓർ മൈനസ് FIF ഉണ്ടാവും, F0T. കാരണം ഇതെന്ന് പറയുന്നത് അതിന്റെ സൈഡ് ബാൻഡ്സും കൂടി ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു വി ആർ ഡിസ്കസിങ് അബൌട്ട് FMCW radar using sideband super heterodyne receiver. സോ സൈഡ് ബാൻഡ്സ് പറയുമ്പോൾ നമുക്ക് അപ്പർ സൈഡ് ബാൻഡ് ഉണ്ടാവും, ലോവർ സൈഡ് ബാൻഡ് ഉണ്ടാവും, പിന്നെ ഏതും ഉണ്ടാവും, F0T ഉണ്ടാവും. ഇനി സൈഡ് ബാൻഡ് ഫിൽറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്, ഈ വരുന്നതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സൈഡ് ബാൻഡ്സിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, പാസ് ചെയ്ത് വിടാം. സോ നോർമലി ഈ സൈഡ് ബാൻഡിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് F0T മൈനസ് FIF ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് ലോവർ സൈഡ് ബാൻഡ് മാത്രം എന്ത് ചെയ്യും, സെലക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വിടും. എന്നിട്ട് കാരിയറിനെയും അപ്പർ സൈഡ് ബാൻഡിനെയും അതെന്ത് ചെയ്യും, റിജക്ട് ചെയ്ത് വിടും. ഓക്കെ, അപ്പൊ ഈ സിഗ്നൽ മാത്രമേ ഇവിടെ വന്ന് കയറത്തുള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മൾ ഇത് റിസീവർ സെഷൻ ആണ്. സോ റിസീവർ സെഷന്റെ ഫംഗ്ഷൻ എന്താണ്, ഈ വരുന്ന സിഗ്നൽസിനെ റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ ഒരു റിസീവർ ആന്റീന ഉണ്ടാവും. ഈ റിസീവർ ആന്റീന എന്ത് ചെയ്യും, ഈ സിഗ്നലിനെ ശരിക്കും റിസീവ് ചെയ്യും. ഓക്കെ, ഈ വരുന്ന സിഗ്നലിനെ റിസീവ് ചെയ്തതിന് ശേഷം നമ്മുടെ റിസീവർ മിക്സറിനകത്ത് ശരിക്കും എന്തുണ്ടാവും, നമ്മുടെ സൈഡ് ബാൻഡ് വഴി കിട്ടിയ സിഗ്നലും ഉണ്ടാവും, അതേപോലെ റിസീവർ ആന്റീന വഴി കിട്ടിയ സിഗ്നലും ഉണ്ടാവും. മിക്സറിന്റെ ഫംഗ്ഷൻ എന്താണ്, ഈ വരുന്ന സിഗ്നൽസിന്റെ തമ്മിലുള്ള ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഈ സിഗ്നലിൽ നിന്നും നമ്മൾ ഏത് ഡിഫറൻസ് ചെയ്യും, ഈ പറയുന്ന സിഗ്നൽ ഡിഫറൻസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, F0 of T മൈനസ് ക്യാപിറ്റൽ T മൈനസ് ഓഫ് F0 of T ഒരു മൈനസ് ഓഫ് മൈനസ് FIF വരുമ്പോ എന്ത് വരും, പ്ലസ് FIF വരും. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് FIF പ്ലസ് എന്താണ്, ഇതേ മൈനസ് ഈ ഒരു പാരാമീറ്റർ ആണല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു പാരാമീറ്ററിനെ നമ്മൾ FB എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തിട്ട് FIF പ്ലസ് FB എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്.
എന്നിട്ട് ഈ സിഗ്നലിനെ നമ്മൾ ഏതിലേക്ക് കൊടുക്കും? ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയറിലേക്ക് കൊടുക്കും, IF ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. ഈ IF ആംപ്ലിഫയർ ആണ് ആ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആംപ്ലിഫൈ ചെയ്ത് എന്നിട്ട് ഈ സിഗ്നലിനെ എടുത്ത് എങ്ങോട്ടേക്ക് കൊടുക്കും? ബാലൻസ്ഡ് ഡിറ്റക്ടറിലേക്ക് കൊടുക്കും, along with the local oscillator signal. Okay, so ഈ local oscillator signal ഓൾറെഡി നമ്മൾ ഇവിടെ ഒരു റെഫറൻസ് സിഗ്നൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ ആംപ്ലിഫൈ ചെയ്ത സിഗ്നലിനെ എടുത്ത് ഇങ്ങോട്ടേക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന സിഗ്നൽസ് ഏതൊക്കെയാണ്? ഈ സിഗ്നൽ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഈ ഒരു സിഗ്നൽ പ്ലസ് FIF ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ഇത് FIF പ്ലസ് FB ആണ്. ഓക്കെ, അത് ഇങ്ങോട്ടേക്ക് കയറി വരും, ഇവിടെ FIF ഉണ്ടാവും. ഇതെന്ത് ചെയ്യും? ഈ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിനെ കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സിഗ്നൽ മാത്രം എങ്ങോട്ടേക്ക് ഫീഡ് ചെയ്യും? ലോ ഫ്രീക്വൻസി ആംപ്ലിഫയറിലേക്ക് ഫീഡ് ചെയ്യും. ഓക്കെ, അത് ഏത് സിഗ്നൽ ആണ്? FB എന്ന് പറയുന്ന സിഗ്നൽ. അത് ഏതിന്റെയൊക്കെ കമ്പോണന്റ് ആണ്? ശരിക്കും പറഞ്ഞാൽ FB is composed of the range frequency ഉണ്ടാവും, അതേപോലെ വെലോസിറ്റി ഫ്രീക്വൻസി, ഡോപ്ലർ വെലോസിറ്റി ഫ്രീക്വൻസി ഉണ്ടാവും. അതെന്ന് പറയുന്നതാണ് ഈ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇനി output of the low frequency amplifier is divided into two channels. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ട് ചാനലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ലേ? One feeds an average frequency counter to determine the range. So ഒന്ന് average frequency counterലേക്ക് കൊടുക്കും, എന്തിനു വേണ്ടിയിട്ട്? റേഞ്ച് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതർ ഏതിലേക്ക് കൊടുക്കും? Switched frequency counterലേക്ക് കൊടുക്കും, in order to determine the Doppler frequency. Okay, so only the averaging frequency counter is needed in the case of an altimeter application, because നമുക്ക് altimeter application അകത്ത് നമ്മൾ ഏതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? Rate of change of altitude ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Since the rate of change of altitude is usually small, നമ്മൾ സാധാരണഗതിയിൽ altimeter applicationൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന average frequency counters ആണ് യൂസ് ചെയ്യുന്നത്. Okay,